ഈ പശ്ചിമേഷ്യയിൽ പുതിയ പശ്ചിമേഷ്യ സൃഷ്ടിക്കുക, ഈ അമേരിക്കൻ അനുകൂല ഭരണകൂടങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് 2003 ഇറാഖിൽ ആക്രമണം നടത്തിയത്. ഇറാഖിൽ അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോക ജനതയെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാരകായുധങ്ങൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു ഇറാഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ 2003 ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ അട്ടിമറിക്കുകയും കൊല്ലുകയും ചെയ്തതിനു ശേഷം ഒരു മൂക്കിപ്പൊടിയുടെ വലിപ്പത്തിൽ പോലുമുള്ള ഈ മാരകായുധങ്ങൾ കണ്ടുപിടിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ല. അപ്പോൾ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അല്ല, വെപ്പൺസ് ഓഫ് മാസ് ഡിസെപ്ഷൻ, ആളുകളെ കൂട്ടമായി ചതിക്കുന്ന പദ്ധതിയാണ് അമേരിക്ക നടത്തിക്കൊണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനായിട്ട് ഇറാഖിലെ അമേരിക്കൻ വിരുദ്ധ ഭരണകൂടത്തെ അട്ടിമറിച്ചു. അതിനുശേഷം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ പശ്ചിമേഷ്യയിലെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിന്ന മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ലിബിയയായിരുന്നു. ലിബിയ നമുക്കറിയാം, ലിബിയയ്ക്ക് ഇത് കണക്ക് ആണവ പദ്ധതി ഉണ്ടായിരുന്നു. ആ ആണവ പദ്ധതി 2003 അവർ ഉപേക്ഷിച്ചു. 2003 ആണവ പദ്ധതി ഉപേക്ഷിച്ച ഈ ലിബിയൻ നേതാവായിട്ടുള്ള ഗദ്ദാഫിക്ക് എന്ത് പറ്റി? 2011 ഈ അറബ് സ്പ്രിംഗിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയ ആക്രമണത്തിലൂടെ അധികാരപ്പട്ടനാക്കുകയും നീചമായി വധിക്കുകയും ചെയ്തു. അപ്പോൾ അതായത് ആണവ പദ്ധതി ഉണ്ടായിരുന്ന രാജ്യം ആണവ പദ്ധതി ഉപേക്ഷിച്ചിട്ട് പോലും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ലിബിയയിൽ അദ്ദേഹത്തെ അധികാരപ്പട്ടനാക്കുകയും കൊല്ലുകയും ചെയ്തു. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഈ രണ്ട് അനുഭവങ്ങൾ ഇറാന്റെ മുന്നിലുണ്ട്. കാരണം ആണവ പദ്ധതി ഉപേക്ഷിച്ച ലിബിയൻ ഭരണാധികാരിയെ നിഷ്ഠൂരമായി വധിച്ച ഒരു ഭരണകൂടമാണ് ഈ അമേരിക്കയിലുള്ളത്. അതുകൊണ്ട് ഈ ആകെയുള്ള അമേരിക്കക്കെതിരായിട്ട് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പിടിവള്ളി ഈ ആണവ പദ്ധതി മാത്രമാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ഒരു ചെറിയ രാജ്യമാണ് നോർത്ത് കൊറിയ. നോർത്ത് കൊറിയക്ക് എതിരായിട്ട് ഈ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ ആക്രമണം നടത്താതിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താ? നോർത്ത് കൊറിയയുടെ കയ്യിൽ ആണവായുധമുണ്ട്. അപ്പൊ നോർത്ത് കൊറിയയുടെ കയ്യിൽ ആണവായുധം ഉള്ളതുകൊണ്ടാണ് ആ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അനുഭവങ്ങൾ ഇറാന്റെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് ഈ ആണവ പദ്ധതി മാത്രമാണ് ഈ ഇവരുടെ പദ്ധതിക്കെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിനുള്ള ഉപാധി എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ ആണവ സമ്പുഷ്ടീകരണം എന്ന പദ്ധതിയിൽ നിങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് പറയുന്നത്. അത് അങ്ങനെ പറയുന്നതിന് ന്യായമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ന്യൂ വെസ്റ്റ് ഏഷ്യ, പുതിയ പശ്ചിമേഷ്യ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു ഒന്നാം ട്രംപ് ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന എബ്രഹാം കരാർ. ആ എബ്രഹാം കരാറിൽ ഈ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അതിനകത്ത് ഒപ്പിടുകയും ചെയ്തിരുന്നു. പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നത്, ഈ അവസാനം ആ എബ്രഹാം കരാറിലേക്ക് സൗദി അറേബ്യ ഉൾപ്പെടെ വരാൻ പോകുന്നു എന്നുള്ള പ്രചാരണം നടക്കുന്ന സന്ദർഭത്തിലാണ് ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പുറമേ കാണുന്നതല്ല പശ്ചിമേഷ്യൻ രാഷ്ട്രീയം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇറാൻ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ കാണേണ്ട കാര്യം, രണ്ടാമത് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം നടത്തിയ ആദ്യത്തെ മറ്റൊരു വിദേശ രാജ്യ സന്ദർശനം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. അവിടെ വന്നുകൊണ്ട് അദ്ദേഹം കോടിക്കണക്കിന് $1 ബില്യൺ ആയുധങ്ങൾ വാങ്ങാൻ ഈ രാജ്യങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ അത് അത്രമാത്രം ഈ തന്ത്രപരമായ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ പുറമെ ഇറാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുമെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് അവർ പോകാനുള്ള സാധ്യത